ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എണ്ണയൊന്നും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീഡിയോ കാണാം. If you are watching our video for the first time, please subscribe, like, share and comment. ഇതിൻ്റെ ഈ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇതൊരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും. ചിക്കന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അങ്ങനെ മുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് ഇതിൽ ചേർക്കേണ്ട സാധനം ചിലതൊക്കെ മറന്നു പോകും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത്, സോയാ സോസ് ചേർത്ത് കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ സോയാ സോസും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുത്താൽ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം അങ്ങ് കരിഞ്ഞു പോകും. ചിക്കന് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ വേഗം വെന്ത് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. സവാള അധികം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, പിന്നെ ഒരു പകുതി വഴണ്ട് വന്നാൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോ 1 ടീസ്പൂൺ അങ്ങനെ മസ്റ്റർഡ് പേസ്റ്റും 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 2 ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏത് ചീസായാലും കുഴപ്പമില്ല, സ്ലൈസ് ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മസ്റ്റർഡ് പേസ്റ്റും കെച്ചപ്പൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മാവ് കുഴച്ച് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ പൊടിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നനക്കാൻ പാടുള്ളൂ. ഞാനിതിൽ പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇളം ചൂടിലും കുറച്ചും കൂടി ചൂട് കൂടുതലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ കൈ പൊള്ളാത്തൊരു ചൂടിലുള്ള പാല് ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴച്ച ഉടനെ തന്നെ പരത്തിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവ് ഇതേ മാവ് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതാണ് ഈ വീഡിയോയിലും കാണിക്കുന്നത്. ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ ബോൾസാക്കുന്നത് പോലെ ആ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്നതിലും നൈസായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കാം. നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തീൻ്റെ വലിപ്പത്തിലുള്ള ഉരുള എടുക്കുന്നതാണെങ്കിൽ നമുക്കൊരു 10 എണ്ണം കിട്ടും. പിന്നെ ചുട്ടിട്ട് നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഒരു 2 ദിവസം വെച്ചാൽ കേടാവൊന്നുമില്ല. ഇതുപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിക്ക് കിട്ടും. നമ്മളിത് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ കുറച്ച് ചെറുതാക്കി പരത്തിയെടുത്താലും മതി. എന്നിട്ട് നമുക്കിത് പിന്നെ കരിഞ്ഞു പോകാതെ ചുട്ടെടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി, അപ്പോൾ കരിഞ്ഞു പോകാതെ കിട്ടും. ഇനി നമുക്കിത് നേരെ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ മുറിച്ചെടുത്ത സൈഡ് ഉണ്ടല്ലോ, അത് അടിഭാഗത്തേക്ക് വരണം. കൂർത്ത ഭാഗം ഹോൾസ് ഇല്ലാതെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ നിറക്കുന്നുണ്ട്. ഇത് കുറച്ച് വലുതായിട്ടാണുള്ളത്. അടുത്തത് ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് തിരച്ചെടുക്കുന്നത്. പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറച്ച് മസാല ആവശ്യം വരുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ ചെഡാർ ചീസാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ ആദ്യത്തേൽ എന്നോട് നെയ്യ് പരട്ടാൻ മറന്നു പോയിട്ടുണ്ടേനു.
ആദ്യം ഇതുപോലെ ഒരു സൈഡിൽ നെയ്യ് പരട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം തിരിച്ചെടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ നെയ്യ് പരട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് പുറത്തേക്കായിട്ട് വരണം പിന്നെ തിരിച്ചെടുക്കുമ്പോൾ. പിന്നെ എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ഇതിപ്പം കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഞാൻ തിരിച്ചെടുത്തത്. ഇതിൽ നമുക്ക് കുറച്ച് മസാല ആവശ്യം ഉണ്ടാവുള്ളൂ. ആദ്യത്തേൽ ഞാൻ ഇതിൻ്റെ പുറത്ത് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗീ തന്നെ പരട്ടി കൊടുക്കുക, അതാണ് ടേസ്റ്റ് ഉണ്ടാകുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഈ പാത്രത്തിലേക്ക് ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതാണ്. ഇവിടെയാണ് കേട്ടോ എനിക്ക് തെറ്റ് പറ്റിയത്. ഞാൻ ഇത് ക്രിസ്പി ആയി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഇതിലുള്ള ചീസെല്ലാം മെൽട്ടായി വന്നിന്, പക്ഷേങ്കിൽ ക്രിസ്പി ആയിട്ടില്ല. ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോക്കി, എന്നിട്ട് ശരിയാകാത്തത് കൊണ്ട് ഞാനിത് എല്ലാം എടുത്ത് പാനിലേക്ക് മാറ്റി. ആദ്യം തന്നെ പാനിൽ വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ എടുത്തൊരു പണിയാണിത്. എന്നിട്ട് ഞാനിത് എല്ലാം പാനിൽ വെച്ചിട്ട് പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് ഒരുവിധം ക്രിസ്പിയാക്കി എടുത്ത്. പാനിൽ നെയ്യൊന്നും പരട്ടി കൊടുത്തിട്ടില്ല, അതിന്മേൽ തന്നെ നെയ്യ് ഉണ്ടായിരുന്നു. നിങ്ങളടുത്ത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കിക്കോ, നല്ല കറുമുറ ഉണ്ടാവും. എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പാനിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുക. എൻ്റെ മോള് ഇതേപോലെ എയർ ഫ്രയറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. താങ്ക്